എല്ലാവർക്കും നമസ്തേ. ശ്രീരേഖ മേനൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഹൈബിസ്കസിന്റെ ജെല്ല് ഉണ്ടാക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു ഷോർട്സിലിടാൻ ഞാൻ യോജിക്കുന്നുണ്ട് കേട്ടോ. നല്ലതാണ്, പക്ഷെ ഇത് ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന ജെല്ലാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് എനിക്ക് അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ക്ലിനിക്കൽ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു 2 ദിവസത്തിനുള്ളിൽ വയ്ക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. അപ്പോൾ ഒരാഴ്ചയൊക്കെ ഇരിക്കും. അങ്ങനെ സൂക്ഷിച്ചാലും മതി കേട്ടോ. പിന്നെ കൂടുതലും ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പറയാറില്ല, കാരണം നമുക്ക് ആവശ്യത്തിന് അപ്പോൾ ഉണ്ടാക്കി തേക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ഈ വെറ്റില എന്ന് പറഞ്ഞാൽ നമ്മൾ മുറുക്കുന്ന വെറ്റിലയാണ് കേട്ടോ. ഈ ഒറ്റ വെറ്റിലേ ഇടും നമുക്ക് സാധാരണ. എല്ലാ വെറ്റിലയും നമ്മൾ മുറുക്കും. വെറ്റിലപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ വീടുകളിൽ ഉണ്ടാകുന്ന വെറ്റിലയും നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ അതിന് കുറച്ച് എരിവ് കുറവായിരിക്കുന്നേ ഉള്ളൂ. വെറ്റില അധികം നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. സെയിം തന്നെയാണ് കേട്ടോ. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെ നന്ദി കേട്ടോ. എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ. പറഞ്ഞ ടിപ്സ് എല്ലാം ഉപയോഗിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് കുഞ്ഞു ടിപ്സ് ആയിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് വയറ് ക്ലീൻ ആയാൽ നമ്മുടെ മുടി ക്ലീൻ ആവുമെന്ന് പറയും അല്ലേ. വയറിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ കഫം കൂടിയാൽ അത് വയറിനെ ബാധിക്കും, വയറിനെ ബാധിച്ചാൽ അത് മുടിയെ ബാധിക്കും. പല താരൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞത് വയറിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മെയിൻ നമുക്ക് ഡൈജഷൻ ഇല്ലായ്മ ഒരു പ്രശ്നമാണ് അല്ലേ. അപ്പോൾ ഇൻഡൈജഷൻ, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വയർ എപ്പോഴും നമ്മൾ ഓക്കെ ആയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മുടിയുടെ കാര്യത്തിൽ നമുക്ക് പേടിക്കുകയേ വേണ്ട കേട്ടോ. വയറ് ശരിയല്ല, കഫം കൂടുതൽ, കഫം എല്ലാം നമുക്ക് മെയിൻ പ്രശ്നങ്ങളാണ് കേട്ടോ. മുടി കൊഴിച്ചുള്ള പ്രശ്നം ഇത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കുഞ്ഞ് ടിപ്സ് പറയാം കേട്ടോ. കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. 1/2 സ്പൂൺ ചെറുജീരകം ഇടാം. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ജീരകം നന്നായിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നല്ല വാസന വരുന്നുണ്ട്, അതുവരെ നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നന്നായി ഫ്രൈ ആയതിന് ശേഷം നമുക്ക് 2 സ്പൂൺ തേൻ ഒഴിക്കാം ഇതിലേക്ക്. ജീരകം എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. 2 സ്പൂൺ തേൻ ഒഴിക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് ചൂടാക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ചൂടായി കഴിയുമ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. നമ്മൾ 5 മിനിറ്റ് തിളപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ 1 ഗ്ലാസ് വറ്റി 3/4 ഗ്ലാസ് ആകുന്നവരെ നമ്മൾ ഇത് തിളപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ കണ്ടോ തിളച്ചുകൊണ്ടിരിക്കണുണ്ടോ. ഇതൊന്ന് തിളച്ചിട്ട് ഇതിൻ്റെ കളറ് കണ്ടോ. ജീരകത്തിൻ്റെ കളറെല്ലാം ഇങ്ങനെ പിടിച്ച് വരണുണ്ടോ. ഈ കളർ മുഴുവനും തേനും ജീരകവും കൂടിയിട്ടുള്ള കളറാണ് കേട്ടോ. ഇത് തിളച്ച് ഇതിൻ്റെ അപ്പോൾ ഈ വറുത്ത് വെച്ച ജീരകം നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അത് പകുതിയാക്കി അല്ലെങ്കിൽ 3/4 ഗ്ലാസ് ആക്കി വറ്റിക്കാമല്ലോ. അങ്ങനെ വറ്റിച്ചെടുത്തതാണ് കേട്ടോ. ഇത് കണ്ടോ, വറ്റിച്ചെടുത്താണ് ഇത്. നമ്മൾ വയറിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഛർദിലുള്ളവർക്ക് നല്ലതാണ്. ഡൈജഷൻ ഇല്ലാത്ത, ദഹനം
ശരിയില്ലാത്തവർക്ക് നല്ലതാണ്. കോൾഡ് കഫ് അതിനൊക്കെ നല്ലതാണ് കേട്ടോ. കോൾഡ് കൊണ്ട് കഫ് കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവർക്ക് ഈ ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്താൽ മതി. ഇപ്പൊ കാണിച്ചു തന്നല്ലോ. അതുപോലെ ജീരകം, ചെറു ജീരകമാണ്. ജീരകം നന്നായിട്ട് വറുത്തിട്ട് അതിൽ അര സ്പൂൺ എടുത്താൽ മതി കേട്ടോ. ഇത്തിരി എടുത്താൽ മതി ജീരകം. അതിൽ 2 സ്പൂൺ തേൻ ഒഴിച്ചിട്ട് ചൂടാക്കുക. ആദ്യം ജീരകം ഞാൻ കാണിച്ചു തന്ന പോലെ ചൂടാക്കുക. പിന്നെ നന്നായിട്ട് വറുത്തിട്ട് ഈ തേൻ ഒഴിച്ചിട്ട് ചൂടാക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വെള്ളം ഒഴിച്ച് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 3/4 ഗ്ലാസ് ആക്കി വറ്റിക്കുക. വറ്റിച്ചിട്ട് നമ്മൾ അത് അരിച്ചെടുത്ത് ചൂടാക്കി ചെറു ചൂടോടെ വേണമെങ്കിൽ കുടിക്കാം കേട്ടോ. കുടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ എന്ത് സ്വാദം അറിയോ, ഭയങ്കര സ്വാദം. ഒന്ന് കുടിച്ച് നോക്കണം കേട്ടോ. ഡൈജഷൻ പ്രശ്നമുള്ളവർക്ക്, ഗ്യാസിന്റെ പ്രശ്നമുള്ളവർക്ക് ഒക്കെ നല്ലതാണ്. ഇത് വേറൊരു ഗുണം കൂടി. ഇത് ഉണ്ടായിരുന്നു 3/4 ഗ്ലാസ്. ഞാൻ ഇതിന് അമ്മയ്ക്കും കൊടുത്തു കേട്ടോ. അതുകൊണ്ടിട്ടാണ് ഇത് ഇത്രയുള്ളത്. അപ്പൊ ഇത് ഹെയർ ഗ്രോത്തിന് നല്ലതാണ് കേട്ടോ. ഈ ജീരകവും ഹണിയും നല്ല ഒരു ഹെയർ ഗ്രോത്തിന്, അതായത് മുടി കൊഴിച്ചിലില്ലാതിരിക്കാൻ, മുടി ഫോളിങ്, ഹെയർ ഫോളിങ് തടയാനായിട്ടും ഒക്കെ നല്ല ഗുണമാണ്. സ്കാൽപ്പിനെ മോയ്സ്ചറൈസ് ചെയ്യുക, ഇതെല്ലാം ഡ്രൈനെസ് മാറ്റുക, താരൻ മാറുക, ഇതിനെല്ലാം ബെസ്റ്റാണ് കേട്ടോ ഇത് യൂസ്. നമ്മൾ ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചാൽ മതി. ഇടയ്ക്ക് നമ്മൾ മറ്റുള്ള ടിപ്സും കാര്യങ്ങളും ഉപയോഗിക്കുന്ന പോലെ ഇടയ്ക്ക് ഇത് ഉപയോഗിച്ചാൽ മതി. പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ളവരൊന്നും ഉപയോഗിക്കണ്ട കേട്ടോ. അവരൊക്കെ ചെയ്യുമ്പോൾ ഡോക്ടറുടെ അഡ്വൈസ് മൂലം ചെയ്താൽ മതി കേട്ടോ. അല്ലാത്ത പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് നമുക്കിത് യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. ഡൈജഷൻ, ഗ്യാസ് ഒക്കെ അങ്ങനെ പ്രശ്നമുള്ളവരും, ഗ്യാസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, പിന്നെ ഛർദ്ദിക്കാൻ വരുന്നുണ്ടല്ലോ, മൈഗ്രെയിൻ പ്രശ്നമുള്ളവർക്കൊക്കെ ഛർദ്ദിൽ വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇതൊന്ന് കഴിച്ചാൽ മതി. ഇത് കുടിക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല സുഖമാണ് കേട്ടോ. കോൾഡിങ്ങുള്ളവർക്കും ഒക്കെ നല്ല ആശ്വാസമാണ്. നമുക്ക് ഇതുകൊണ്ട് അകത്തേക്കും കഴിക്കാം. പിന്നെ തലമുടിക്കുള്ള ഒരു മാസ്ക് ഉണ്ട് കേട്ടോ. ആ മാസ്ക് ആയിരിക്കും പിന്നീട് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. നല്ല റിസൾട്ടാണ് കേട്ടോ. ഭയങ്കര നല്ല റിസൾട്ടാണ്. നമ്മൾ ചിലപ്പോൾ ഈ കൂടുതൽ പ്രാവശ്യം വോമിറ്റിക് സെൻസേഷൻ ഒക്കെ ഉള്ളവർക്ക് ഇത് കുടിച്ചു കഴിഞ്ഞാൽ മാറും കേട്ടോ. അതുപോലെ 3, 4, 5 പ്രാവശ്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവർ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഛർദിലൊക്കെ നിൽക്കും കേട്ടോ. അപ്പൊ ഏറ്റവും നല്ലൊരു ടിപ്പാണ്. ഹെയറിനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വണ്ണം റിസൾട്ടാണ്. കൂടുതൽ ഛർദില് ഉള്ളവരെ നിർത്താനായിട്ട് ഒരു ദിവസം 2-3 പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് ഇത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ കുറച്ചായിട്ട് കൊടുക്കാം. ഡെയിലി അങ്ങനെ നിർത്താതെ വരുന്ന ഛർദിലൊക്കെ ഉണ്ടെങ്കിലും, ഡൈജഷൻ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദിവസം 2 പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് ഇത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല സുഖമാണ് ഇത് കഴിക്കാനും. തേനല്ലേ, നല്ല സ്വാദം. അരിച്ചെടുത്തിട്ട് വേണം കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കൂ. അടുത്ത ടിപ്സുമായിട്ട് ഞാൻ നാളെ കാണാം. എന്തെങ്കിലും ഹെയറിനെ കുറിച്ചിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, പറഞ്ഞുതരാം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ശ്രദ്ധിക്കാം, മുടി ശ്രദ്ധിക്കാം. മുടി വൈകുന്നേരങ്ങളിൽ പിന്നിയിട്ട് കിടക്കാം. മുടിക്ക് വേണ്ട പരിചരണം കൊടുക്കാം. മാസ്കുകളായിട്ടും ഓയിലായിട്ടും ജെല്ലായിട്ടും മാറി മാറി യൂസ് ചെയ്യാം. മുടിക്ക് തോന്നണ എന്നെ കെയർ ചെയ്യുന്നുണ്ട് അല്ലേ, കെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ധാരാളം മുടി ഉണ്ടാവും, ധാരാളം മുടി. മറ്റുള്ള കെമിക്കലായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒന്നിനും പോവാതിരിക്കാം കേട്ടോ. നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ കയ്യിലുണ്ടല്ലോ, പിന്നെ നമ്മളത് വേറെ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറ്റില നീര് കഴിച്ചോടുകൂടി എൻ്റെ കിച്ചിന് കുറവ് വന്നു കേട്ടോ. എൻ്റെ മുടിയും ഒരുപാട് പോയിട്ടോ. കാരണം ഈ കഫം കൂടിയപ്പോൾ മുടി ഒരുപാട് പോയി. പക്ഷെ പൊക്കോട്ടെ, സങ്കടമില്ല. അതിൻ്റെ ഇരട്ടി നമുക്ക് വരും കേട്ടോ. കഫം കൂടുമ്പോൾ തലയിൽ ചൂട് കൂടുമല്ലോ. ചൂട് കൂടുമ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെ നമ്മളെ ഹെയറൊക്കെ പോകും. അപ്പോൾ അല്ലാതെയും നമുക്ക് പല സൈക്ലിംഗ് കൊണ്ടുവരാം, സ്റ്റേജസ് മൂലം പോവാം. അപ്പോൾ ഇത്തവണത്തെ ഈ ഇത് വന്നപ്പോൾ കിച്ച് വന്നപ്പോൾ കഫം കൂടിയല്ലോ, ആ കഫം കൊണ്ടുണ്ടാകുന്ന കിച്ച്. അതുപോലെ എൻ്റെ മുടി കുറേ പോയിട്ടോ.
പക്ഷെ ധാരാളം വരും എന്നുള്ള വിശ്വാസത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് കേട്ടോ. ഹെൽത്തി അല്ലാത്ത മുടിയെല്ലാം പോട്ടെ, നല്ല നമുക്ക് ഹെൽത്തി മുടി വേണം കേട്ടോ. നമ്മൾ വയസ്സായവരൊക്കെ പോകുന്ന പോലെ അല്ലേ, നല്ല പിന്നെ എന്താ പറയാ, വയസ്സായ മുടി പോട്ടെ അല്ലേ, അതുപോലെ. അപ്പൊ എല്ലാവരും സന്തോഷമായിരിക്കാം, എല്ലാവർക്കും നല്ലത് വരട്ടെ. അടുത്ത ടിപ്പുമായി നാളെ കാണാം.